പലതരം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ പല വീഡിയോസിലായിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പൊതുവിൽ പറയും നാർസിസം എന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഗ്രാൻഡിയോസ് ആയിട്ടുള്ള പാറ്റേൺസും നമ്മൾ കാണാറുണ്ട്, അതേപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള നാർസിസം എന്നുള്ള കമ്പോണൻസും നമ്മൾ കാണാറുണ്ട്. പൊതുവിൽ ഈ രണ്ട് തരത്തിലാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ സ്വഭാവ രീതിയുടെ ഒരു തീവ്രത അനുസരിച്ച് അവർ പ്രകടിപ്പിക്കുന്ന പാറ്റേൺസിൻ്റെ രീതി അനുസരിച്ച് പലതരത്തിലുള്ള നാർസിസ്റ്റുകളെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസ്റ്റ് എന്നുള്ളത്. വളരെ ക്രൂവലായിട്ടുള്ള, വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള, വളരെ ചൂഷണം ചെയ്യാനായിട്ട് വിദഗ്ധരായിട്ടുള്ള, വളരെ ഡാർക്ക് ട്രയാഡ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മളുടെ കണ്ണിൽ വരുന്ന ഒരു നാർസിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കും. ഇത്തരം വളരെ ക്രൂരമായിട്ടുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസീസ് ഉള്ള ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവനവൻ്റെ സൗകര്യത്തിന് വേണ്ടി, അവനവൻ്റെ അധികാരസ്ഥാനത്തിനും അവനവൻ്റെ ലാഭത്തിനും അവനവൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾക്കും വേണ്ടി നമ്മൾ സിനിമ സ്റ്റൈലിലൊക്കെ കാണുന്ന, നമ്മളെ സിനിമകളിലൊക്കെ കാണുന്ന ഒരു വില്ലൻ സ്റ്റൈലുണ്ടല്ലേ, നമ്മളെ സിനിമകളിലൊക്കെ നമുക്ക് കണ്ടു പരിചയമുള്ള ഒരു വില്ലൻ സ്റ്റൈലിലുള്ള മലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസ്റ്റിനെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. എല്ലാവർക്കും ബോഡിയിലേക്ക് സ്വാഗതം. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി പാറ്റേൺസിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഇത്തരം കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിയുന്നതിലൂടെ നമ്മളുടെ അവയർനെസ് വർദ്ധിക്കുകയും നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ഈ തരം സാഹചര്യങ്ങളിൽ സാധിക്കും. ആ ഒരു കാര്യത്തിലേക്ക് ഒരു അവയർനെസ് വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെലിഗ്നൻ്റ് നാർസിസം എന്നുള്ളതാണല്ലേ. എല്ലാവരും മെലിഗ്നൻ്റ് നാർസിസം എന്നുള്ളതിനെ പറ്റി മറ്റ് വീഡിയോസിലെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. മെലിഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൂടുതൽ ഉപദ്രവകാരിയായത് എന്നുള്ളതാണ് അല്ലേ. വളരെയധികം ആഴത്തിൽ നമ്മളെ ബാധിക്കുന്ന, വളരെയധികം അറ്റമെത്തിയ ഒരു ഉപദ്രവിക്കുന്ന ഒരു സ്റ്റേജിനെ, ഒരു രീതിയെയാണ് നമ്മൾ മെലിഗ്നൻസി എന്നൊക്കെ പറയാം. മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ട്രെയ്റ്റ്സിൻ്റെയും ഏറ്റവും ഉപദ്രവകാരിയായിട്ടുള്ള ഒരു സ്റ്റേജിനെയാണ് മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. ഇത്തിരിയൊക്കെ ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ തന്നെയും പൊതുവേ യാതൊരു റിമോഴ്സും അധികം ഇല്ലാത്ത ഒരു സ്പേസാണ്. അതായത് ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ചെയ്തതിലൊരു തെറ്റുണ്ടെന്നോ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒട്ടും തന്നെ ഇല്ലാത്തൊരു ഗ്രൂപ്പാണ് മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പലപ്പോഴും സൈക്കോപ്പതി എന്നൊക്കെ പറയുന്ന ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതിലേക്ക്. ഇതിൻ്റെ തൊട്ട് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കോപ്പതി എന്നൊക്കെ പറയുന്ന സ്പേസസ് ആണ്. അതായത് നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി മുൻപ് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാനായിട്ട് മറക്കരുത്. ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒട്ടും ഒരു കുറ്റബോധം ഇല്ല. വളരെ കോൾഡായിട്ട്, വളരെ കാലസ് ആയിട്ട്, അതായത് എൻ്റെ സന്തോഷം എന്നുള്ളത് മാത്രം, എനിക്ക് അപ്പം എൻ്റെ കാര്യം നടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ആ സമയത്ത്. അതിനപ്പുറത്തേക്ക് വേറൊരാളുടെ ഫീലിങ്സിനോ വേറൊരാൾക്ക് എന്ത് പറ്റുമെന്നുള്ളതോ റൂൾസ് ഉണ്ട് എന്നുള്ളതോ നിയമം ഞാൻ തെറ്റിക്കുകയാണെന്നൊന്നുള്ള ഒരു അവയർനെസ്സും ഇല്ലാത്ത ഒരു സ്പേസിനെയാണ് ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. അവിടെ അവനവൻ്റെ സുഖത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു ഇമേജ് എന്നുള്ളൊരു കോൺഷ്യസ്നെസ് അവിടെ ഇല്ല. പക്ഷേ മെലിഗ്നൻ്റ് നാർസിസം എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ച് ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവർക്കിവിടെ കുറച്ചൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. അതായത് ഞാൻ ചെയ്യുന്നത് ഇച്ചിരി ഒരു പ്രശ്നമാണ് എന്നുള്ളത്. പക്ഷെ അവർക്കതൊന്നും ഒരു സാരമാക്കുന്നില്ല. മറ്റേ ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പോലെ ഇവിടെ അത്രയും ഒരു കുറ്റബോധമില്ലായ്മ എന്ന് പറയാനായിട്ട് നമുക്കിവിടെ സാധിക്കില്ല. എന്നാൽ ഒട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് താനും. ഇനി അവിടെ വരുന്ന ഒരു വ്യത്യാസം, മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസം എന്ന് പറയുന്നത് വളരെ ഇമേജ് കോൺഷ്യസ് ആണ്. എൻ്റെ ഇമേജ് എന്നുള്ളത്, എല്ലാവരും എന്നെ പ്രകീർത്തിക്കണം എന്നുള്ളത്, ആ നാർസിസത്തിൻ്റെ കമ്പോണൻസ് ആണ് അവിടെ മുൻപിൽ നിൽക്കുക. എൻ്റെ ഇമേജ്, ഞാൻ എന്നുള്ളൊരു വ്യക്തി, എന്നെ എല്ലാവരും നല്ലതായിട്ട് കണക്കാക്കണം. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു വ്യക്തിക്ക്, സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. അവരെങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷേ
ഈ ഒരു മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ അവർ ഇമേജ് കോൺഷ്യസ് ആണ്. എൻ്റെ പേര്, എന്നെ എല്ലാവരും നല്ലതായിട്ട് കാണണം, എനിക്ക് എല്ലാവരെയും നിയന്ത്രിക്കണം, എല്ലാവരെയും നിയന്ത്രിക്കുന്നത് വഴി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെയുള്ളൊരു മനോഭാവമാണ് മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. നമ്മൾ ഡാർക്ക് ട്രയാഡിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ മാക്കിയവെലിനിസം പറഞ്ഞിരുന്നു. മാക്കിയവെലിനിസമും മാലിഗ്നൻ്റ് നാർസിസവും തമ്മിലും ഡിഫറൻസ് ഉണ്ട്. മാക്കിയവെലിനിസം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി അവനവൻ്റെ കാര്യം നേടുക എന്നുള്ളതേ ഉള്ളൂ. അവിടെയും ഈ പറയുന്ന പോലെ ഇമേജ് എന്നുള്ളൊരിതും എന്നെ എല്ലാവരും ഇതാക്കണം എന്നുള്ളതും എനിക്ക് എല്ലാവരെയും ഇതാക്കണം എന്നുള്ളതൊന്നുമില്ല. അവിടെ എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ അത് ഞാൻ വെയിറ്റ് ചെയ്ത് സാവധാനം കൈക്കൾ നീക്കി എൻ്റേതായിട്ടുള്ള രീതിയിൽ നടത്തിയെടുക്കും എന്നുള്ള രീതിയിലാണ് മാക്കിയവെലിനിസത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ മാലിഗ്നൻ്റ് നാർസിസത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ക്രൂരമായിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ്നെസ് എന്നുള്ളതുണ്ട്. എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം ചെയ്യുക. വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്യുക എന്നുള്ളത് മാലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാലിഗ്നൻ്റ് നാർസിസത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ക്രൂരത എന്നുള്ളൊരു വാക്കാണ്. മുൻപിലുള്ള ഒരാളുടെ ഫീലിങ്സിനോ അയാളുടെ ഒരു ബുദ്ധിമുട്ടിനോ ഒട്ടും വില കൽപ്പിക്കാതെ ക്രൂരമായിട്ടുള്ള രീതിയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഒരു മടിയില്ലാതിരിക്കുക എന്നുള്ളത് ഈ ഒരു മാലിഗ്നൻ്റ് നാർസിസത്തിൻ്റെ പ്രത്യേകതയാണ്. അതിലേക്ക് അവരെ നയിക്കുന്നതാവട്ടെ എങ്ങനെയും ബുള്ളി ചെയ്തും എങ്ങനെയും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും എങ്ങനെയും മറ്റുള്ളവരെ ഇതാക്കിയെടുത്തും എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് മുമ്പിലേക്ക് പോകണം, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഫീലിംഗ് തന്നെയാണ് അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്ന ടോപ്പിൽ നിൽക്കുന്ന നോട്ട്സ് എല്ലാം നാർസിസത്തിൻ്റേതാണെന്ന് മാത്രം. അതാണ് ഡാർക്ക് ട്രയാഡിലുള്ള മാക്കിയവെലിനിസത്തിലും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി സൈക്കോപ്പതിയിൽ നിന്നും മാലിഗ്നൻ്റ് നാർസിസത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ കാണുന്നത് ആ ഒരു ലാക്ക് ഓഫ് എംപതി എന്നുള്ളത്, എനിക്ക് ഈ ഒരു ക്രൂരതയിൽ എംപതി എന്നുള്ളതില്ല. എൻടൈറ്റിൽമെൻ്റ് ഉണ്ട് അവിടെ. ഞാൻ ഇതിന് അർഹതയുള്ളൊരു വ്യക്തിയാണ്, എല്ലാവരും എനിക്ക് കീഴ്വഴങ്ങിക്കൊള്ളണം. അതിനകത്തൊരു ഗ്രാൻഡിയോസിറ്റി ഉണ്ട്. ഞാൻ അത്രയും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഞാൻ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഞാൻ അതൊക്കെ നേടിയെടുക്കാൻ ഇതുള്ളൊരു വ്യക്തിയാണ്. അവിടെ കാണുന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നീയൊക്കെ ആരാണ്? ഞാൻ കണ്ടോ, ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാളുണ്ട്, നിനക്ക് എന്നെ പറ്റി എന്തറിയാം, ഞാൻ എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഈ ഞാൻ എന്നുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ഗ്രാൻഡിയോസിറ്റി എന്നുള്ളത് മാലിഗ്നൻ്റ് നാർസിസത്തിൽ വളരെയധികം നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അവിടെ ഈ പറയുന്ന താഴെയുള്ള അവനവനേക്കാളും മോശമായിട്ടുള്ള രീതിയിൽ കാണുന്നവരോടുള്ള ഒരു കണ്ടംപ്റ്റും ഞാനെന്ന് പറയുന്നത് എത്രയോ ഗ്രേറ്റ് ആണ് എന്നുള്ളൊരു ഇടപെടലും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പലപ്പോഴും നമ്മൾ ഒരു ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നുള്ളത് ഇതൊക്കെ ഞാൻ ഡിസേർവ്, നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഗ്രാൻഡിയോസിറ്റി എന്നുള്ളതാണ് എവിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെയുള്ള മറ്റ് മേഖലകളിലുമെല്ലാം പല ഇൻഡസ്ട്രീസിലും അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലിരിക്കുന്നവരിലെല്ലാം പലപ്പോഴും മാലിഗ്നൻ്റ് നാർസിസം എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. അവരെ വളരെ അൺഎത്തിക്കലായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനും അവർക്ക് മടിയില്ലാതെ വരുന്നതും, എന്നാൽ അതെല്ലാം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അപ്പോഴും ഞാൻ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ഇമേജ് കൊണ്ടുവന്ന് എന്നാൽ ആ ഒരു സിസ്റ്റത്തിൽ നിർത്തിക്കൊണ്ട് അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും മടിയില്ലാതെ നിൽക്കുന്നതാണ് അവരെ ഏറ്റവും ആ ഒരു മാലിഗ്നൻസി എന്നുള്ളതിലേക്ക് എത്തിക്കുന്നത്. മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലേക്ക് നയിക്കുന്നത് ഒന്ന് പവർ എന്നുള്ളതാണ്. എന്താണ് പവർ? അധികാരം. ആ അധികാരഭ്രമമാണ് അവരെ മുൻപിലേക്ക് പോകാൻ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നത്. കാരണം അധികാരമുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാം, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത് വഴി എനിക്ക് അവിടെ ഞാൻ അർഹിക്കുന്ന ഒരു സ്പേസ് എനിക്ക് ലഭിക്കും. അവിടെ കൺട്രോൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഓക്കെ ആയിട്ടുള്ളൊരു സ്പേസ് അല്ല. അതുകൊണ്ട് തന്നെ മുൻപിലുള്ള ആളുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് ആ ഒരു അധികാരം നിലനിർത്തുന്നതിനുള്ള വലിയ ഒരു ഫാക്ടറാണ്. പലപ്പോഴും അധികാരം എന്നുള്ളത് ഉപയോഗിക്കുന്നത് രണ്ടാമതായിട്ട് അവർ ആഗ്രഹിക്കുന്ന പ്ലഷർ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. പ്ലഷർ എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്ലഷർ കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കുന്ന എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവരെയൊന്നും വിഷയമല്ല, ഞാൻ അവരെയൊക്കെ നശിപ്പിച്ച് കളയും. പക്ഷേ എനിക്ക് എന്ത് വേണം? എനിക്ക് അധികാരം വേണം, എനിക്ക് പ്ലഷർ എന്നുള്ളത് വേണം.
അതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ പ്രോഫിറ്റാണ്, എനിക്ക് ഉണ്ടാവുന്ന ലാഭമാണ്. അതാണ് ഇവരെ ഒരു രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും അതെ, പല ഇൻഡസ്ട്രീസിൽ മുകളിൽ നിൽക്കുന്നവരിലാണെങ്കിലും അവരെ നിലനിർത്തുന്നത് ഈ ഒരു മെലിഗ്നന്റ് നാർസിസത്തിൻ്റെ ഈ ഒരു കമ്പോണൻ്റ് ഉണ്ട് അതിനകത്തേക്ക്. എനിക്ക് എവിടെ നിന്നാണ് പ്രോഫിറ്റ് കിട്ടുക? അങ്ങനെ എനിക്ക് ഒരു പവറും പ്രോഫിറ്റും ഈ ഒരു പ്ലഷറും നിലനിർത്തുന്നതിന് വേണ്ടി, അത് ലഭിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടി എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും? എനിക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് അവരെ അസോൾട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു മടിയില്ല. എനിക്ക് അവരെ വയലൻസിലൂടെ അവരെ ആക്രമിക്കുന്നതിലേക്കോ അവരെ എൻ്റെ കീഴ്വഴങ്ങി നിൽക്കുന്നതിലേക്കോ കൊണ്ടുവരുന്നതിലേക്ക് എനിക്ക് മടിയില്ല. മറ്റുള്ളവരെ അവിടെ സബ്ജുഗേറ്റ് ചെയ്തുകൊണ്ട് അവരെ എൻ്റെ കീഴ്വഴങ്ങി നിൽക്കുന്ന ഒരു സ്പേസിൽ നിർത്തിക്കൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് എനിക്കവിടെ ഒരു മടിയില്ല എന്നുള്ളതാണ് ആ ഒരു മെലിഗ്നന്റ് നാർസിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്. അതിനോടൊപ്പം തന്നെ ആ ഒരു കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിന് ഒപ്പം തന്നെ നിൽക്കുന്നതാണ് അവരുടെ റേജ് എന്നുള്ളത്. എനിക്കെതിരെ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എനിക്കെതിരെ പറയാൻ നീ ആരാണ് എന്നുള്ള ദേഷ്യത്തോടു കൂടി ഒരു ദേഷ്യം എന്നുള്ളൊരു വാക്ക് അവിടെ ചെറുതാണ്, വളരെ റേജ്ഫുള്ളായി ആ ഒരു വ്യക്തിയെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ വരെ എനിക്ക് മടിയില്ലാത്ത രീതിയിലുള്ള ഒരു റേജ് എന്നുള്ളത് അവിടെയുണ്ട്. അവിടെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അസോൾട്ട് ചെയ്യാനും വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക് പോകാനും ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയിലേക്ക് പോകാനും എല്ലാം തന്നെ ഈ ഒരു ഘടകം അവിടെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനെ ഫ്യൂവൽ ചെയ്യുന്നത് ഞാനെന്ന ഭാവമാണ്, എൻ്റെ എൻടൈറ്റിൽമെൻ്റ് ആണ്, കൺട്രോൾ ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനുമുള്ള എൻ്റെ ഒരു നേച്ചറാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. പലപ്പോഴും ഈ രണ്ട് രീതിയിലാണ് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒന്നുകിൽ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും സബ്ജുഗേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള രീതിയിലും, രണ്ടാമതായിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അവരെക്കെതിരെ വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഔട്ട്ബേഴ്സ്റ്റുകൾ നടത്തി അവരെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ള അത്രയും വയലൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻസും അസോൾട്ടും അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയിലെല്ലാം കൊണ്ട് വന്ന് നിർത്തുക എന്നുള്ള രീതിയിൽ. ആ ക്രൂവൽറ്റി എന്നുള്ളതാണ്, ആ ക്രൂരത എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾക്ക് അവിടെ ഏറ്റവും ഭയമുണ്ടാക്കുന്ന കാര്യവും. ഈ ഒരു രണ്ട് കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ കുഞ്ഞിലേ മുതലേ തന്നെ അവർക്ക് പലപ്പോഴും അവർ ഈ രീതിയിലാണ് ഈ ലോകത്തിൽ എനിക്ക് സർവൈവ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവിടെ ആ ഒരു എംപതി എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ വളരുന്നതും ഒട്ടും എംപത്തറ്റിക് അല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് വന്നുകൊണ്ട് ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്നുള്ളത് ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു എംപതി എന്നുള്ളതിൽ നിന്ന് മാറി വളരെ കൺട്രോൾ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടായിട്ടാണ് വരേണ്ടുന്നത് എന്നുള്ള ഒരു തരം സാഹചര്യങ്ങളിൽ നിന്നുള്ള വളർന്നു വരുന്നതും അതിനോടൊപ്പം തന്നെ ക്രൂവൽറ്റി എന്നുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ വയലൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ബേഴ്സ്റ്റ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളും ചൈൽഡ്ഹുഡിലേ തന്നെ അവർ പഠിച്ചെടുത്ത കാര്യങ്ങളാവാൻ സാധ്യതയുണ്ട്. അവിടെ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് ഒരിക്കലും മറന്നു കളയാനായിട്ട് സാധിക്കില്ല. വളരെയധികം ഡിസഗ്രിയബിൾ ആയിട്ടുള്ള വളരെയധികം എക്സ്ട്രീംലി അവിടെ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള സ്വഭാവ രീതി, അതിനോടൊപ്പം തന്നെ അവിടെ ഓണസ്റ്റി ഹ്യൂമിലിറ്റി എന്നുള്ള ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയും എംപതി എന്ന് പറയുന്ന ഫാക്ടർ ഒട്ടും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്പേസിൽ അങ്ങനെയുള്ള ഒരു ടെമ്പറമെൻ്റൽ ട്രെയ്റ്റ്സിലുള്ള ഒരു വ്യക്തി വളർന്നു വരുന്നത് അതിനെ അനുകൂലിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാവുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു മത്സര ബുദ്ധിയും അതുപോലെ തന്നെ ഫസ്റ്റ് ആവുക എന്നുള്ള രീതിയിലും അതുപോലെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാം, അങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിലും എല്ലാം തന്നെ ഉള്ളൊരു സാഹചര്യങ്ങളിൽ വളരുകയും ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഇങ്ങനൊരു പേഴ്സണാലിറ്റി പാറ്റേണിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. പലപ്പോഴും തുടക്കത്തെ സമയങ്ങളിലൊന്നും ഇവരുടെ ആ ഒരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണ രീതികളോ തിരിച്ചറിയാൻ ആളുകൾക്ക് സാധിക്കണമെന്നില്ല. പലപ്പോഴും അവിടെ അവരുടെ മുഖംമൂടി എന്ന് പറയുന്നത് അവരുടെ സ്റ്റാറ്റസ് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിന് അവർക്കുള്ള ഒരു നല്ലൊരു ഇമേജ് എന്നുള്ളതായിരിക്കാം. ആ ഒരു രീതിയിലായിരിക്കാം പലപ്പോഴും നമുക്ക് ഇവരെ അറിയുള്ളൂ. പക്ഷേ അവരുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ആ ഒരു മെലിഗ്നന്റ് നാർസിസത്തിൻ്റെ ട്രെയ്റ്റ്സ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക. അവരെത്രത്തോളം ക്രൂരത ഉള്ളവരാണ് എന്നും ഏത് രീതിയിലും മുന്നോട്ട് പോകാൻ മടിയില്ലാത്തവരാണ് എന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കും. പലപ്പോഴും അവിടെ നിന്നുണ്ടാകുന്ന ഭയമാണ് വിക്ടിംസിനെ അവിടെ നിന്ന് മാറിപ്പോവാനായിട്ട് സമ്മതിക്കാതെ അവിടെ തന്നെ സ്റ്റക്കാക്കി നിർത്തുന്നത്.
പലപ്പോഴും ഇവരുടെ ആ ഒരു ഓവർ കോൺഫിഡൻസ് എന്നുള്ളത്, ഇവർക്ക് ആ ഒരു കാലസ്നെസ് ഉണ്ട്, വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലായ്മയുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് ഏത് രീതിയിലും പ്രോഫിറ്റ് നേടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു ഒബ്സസീവ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എനിക്ക് എങ്ങനെയും പ്രോഫിറ്റും പവറും കിട്ടുന്ന കാര്യങ്ങളിൽ ഒബ്സസീവായിട്ട് അവരതിനകത്ത് തന്നെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരുപാട് ബ്ലൈൻഡായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ഇവർ ഈ പറയുന്ന ഇവരുടെ ഈ ഒരു ചിന്താഗതിയിലും അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിലും ആകൃഷ്ടരായി ബ്ലൈൻഡായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കവിടെ കാണാനും സാധിക്കും. പലപ്പോഴും അവരുപയോഗിക്കുന്ന വാക്കുകളെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആവണമെന്ന് തന്നെയില്ല. പലപ്പോഴും അവർ ആ ഒരു മുഖമൂടി എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ് സൈക്കോപാത്തിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖമൂടിയൊന്നും വലിയൊരു പ്രശ്നമല്ല. അവർക്ക് എങ്ങനെയാണ് അതൊന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റിനെ അവിടെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത് അയാൾ അണിയുന്ന ആ ഒരു മുഖമൂടി എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഓവർ കോൺഫിഡൻസും അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തും ചെയ്യാനായിട്ട് അവർക്ക് മടിയില്ലാത്ത അവരുടെ ആ ഒരു ധൈര്യവും അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന നേച്ചറും അതിനോടൊപ്പം തന്നെ ഉയർന്ന അധികാര സ്ഥാനങ്ങളിൽ അവർ എത്താനുള്ള സാധ്യതയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ആളുകൾക്ക് പലപ്പോഴും മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റിനെ വളരെയധികം ഭീതിയോടെ ആയിരിക്കാം നോക്കിക്കാണുന്നത്. അവിടെ കാണുന്ന വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഡേഞ്ചറസ് ആക്കുന്ന ഘടകങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ആ ഘടകങ്ങൾ എത്രത്തോളം ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ടോ, നമ്മൾ അവിടെ സമ്പത്തിൻ്റെ സ്ഥാനത്തിനെ പറ്റി പറഞ്ഞിരുന്നു, അവിടെ എഡ്യൂക്കേഷൻ്റെ സ്ഥാനത്തിനെ പറ്റി പറഞ്ഞിരുന്നു, അവിടെ നമ്മൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, അവരുടെ ഇൻ്റലിജൻസിനെ പറ്റി സംസാരിച്ചിരുന്നു, അവർക്ക് എമ്പതി എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി പറഞ്ഞിരുന്നു, എങ്ങനെയാണ് അവർക്ക് അവരുടെ ഇമോഷൻസ് ഡിസ്റെഗുലേറ്റഡ് ആവാതെ നിൽക്കുന്നത് വഴി ആളുകളെ അവരുടെ അടുത്തേക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും, ഗ്രാൻഡിയോസിറ്റി എന്നുള്ളത് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഫാക്ടേഴ്സ് എത്രത്തോളം ഒരു മാലിഗ്നൻ്റ് നാർസിസ്റ്റിൽ കൂടുതലായിട്ട് കാണുന്നോ അത്രയും കൂടുതൽ ഈ ഒരു വ്യക്തി കൂടുതൽ ഡേഞ്ചറസ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പേസിലേക്ക് എത്തുന്നു, എത്രത്തോളം അവർക്ക് വെൽത്ത് വഴി മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതായത് അവരുടെ കയ്യിലുള്ള പണവും അധികാര സ്ഥാനങ്ങളും ഉപയോഗിച്ച് എത്രത്തോളം അവർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്, അതിനനുസരിച്ച് അവരെ കൂടുതലായിട്ട് ആളുകൾക്ക് അവർക്ക് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും കൺട്രോൾ നിലനിർത്താനും അവർക്ക് അവിടെ സാധിക്കും. അതിനനുസരിച്ച് അവരുണ്ടാക്കുന്ന ഡിസ്ട്രക്ഷനും വളരെ കൂടുതലായിരിക്കും. അവർക്ക് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അവിടെ പലപ്പോഴും അവർ നിഷ്കരുണം ആ ഒരു വ്യക്തിയെ ഏത് രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഡീൽ ചെയ്യാൻ ഒരു മടി ഉണ്ടായിരിക്കില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പവറിനും ആ ഒരു പ്രോഫിറ്റിനും ആ ഒരു പ്ലഷറിനും വേണ്ടി ഒബ്സസീവ് ആയിട്ടുള്ള രീതിയിൽ വീണ്ടും 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 എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുള്ള രീതിയിൽ അതേ കാര്യങ്ങളിൽ അവർ പിന്നെയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആ ഒരു കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാതെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു സ്വഭാവ രീതിയോടൊപ്പം തന്നെ അവരുടെ ക്രൂരതയേറിയ ഒരു ബാക്ക്ലാഷും കൂടി ആകുമ്പോഴത്തേക്കും പലപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ഈ ഒരു റേജിനെ സംബന്ധിച്ചിടത്തോളം പാരൻസാണ് ഇതുപോലെ മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതുണ്ടെങ്കിൽ അവിടെ ആ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ്സ് വളരെ ഭയാനകമായിരിക്കും. അവിടെ ഈ ഒരു റേജിൻ്റെ ഇരയാവേണ്ടി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് PTSD എന്നുള്ളതിലേക്ക് വേറെ എങ്ങോട്ടേക്കും പോകേണ്ട ആവശ്യമില്ല. കോംപ്ലക്സ് PTSD എന്നുള്ളത് ഉറപ്പായിട്ട് അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അവരുടെ കൂടെയുള്ള അവരുടെ പാർട്ട്നേഴ്സിനും അവരുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന ആളുകൾക്കും അവിടെ ഇതേപോലെ തന്നെ കോംപ്ലക്സ് PTSD ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഫിസിക്കൽ വയലൻസ് എന്നുള്ളത് അവിടെ കൂടുതലായിട്ടുണ്ടാവുന്നത് വഴി അതിലൂടെ വരുന്ന ഒരു അഗ്രഷനും വെർബലായിട്ടുള്ള അഗ്രഷനും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള അഗ്രഷനും പാത്രമാവേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അവരിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇത്തരം ഒരു മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെയാണ് നമ്മൾക്ക് ജീവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെയുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടാണ് നമുക്ക് ഏറ്റവും അധികം ഇടപെടേണ്ടി വരുന്നത്. വർക്ക് പ്ലേസിലാവട്ടെ, ഫാമിലിയിലാവട്ടെ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലാവട്ടെ, ഇങ്ങനെ ഒരു മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെയാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഈസി ആയിരിക്കില്ല.
ഒരു കാരണവശാലും അത് ഈസി ആയിരിക്കില്ല. നമ്മൾ വീഡിയോസിലെല്ലാം കാണുന്ന പലപ്പോഴും നാർസിസത്തിൻ്റെ ഒരു മാരകമായിട്ടുള്ള വേർഷനെ പറ്റിയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന വീഡിയോസിലെല്ലാം തന്നെ മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസത്തിനെ പറ്റിയിട്ടായിരിക്കാം കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. എല്ലാ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും മെലിഗ്നൻ്റ് ആവണമെന്നില്ല. മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം ക്യാരക്ടേഴ്സോട് കൂടിയവരാണ്. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് കോംപ്ലക്സ് ട്രോമയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ വളരെ ആങ്ഷ്യസ് ആയിരിക്കും, നിങ്ങൾക്ക് ഉറക്കത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും, നിങ്ങൾക്ക് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കൂടുതലായിട്ട് വരുന്നത് വഴി അതുമൂലമുള്ള ആങ്സൈറ്റിയും ഡിപ്രഷനും ആ ഒരു പവർലെസ്നെസ്സും സ്റ്റക്കായ ഫീലിങ്ങും ഹെൽപ്ലെസ്നെസ്സും ഉറപ്പായിട്ടും നിങ്ങളെ വേട്ടയാടുന്ന ഫാക്ടേഴ്സ് ആയിരിക്കാം. അതിനോടൊപ്പം തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസിൽ നിന്ന് സാധാരണ രീതിയിൽ കാണുന്ന പ്രശ്നങ്ങളും ഈ ഒരു കോംപ്ലക്സ് ട്രോമയുടെ സിംറ്റംസിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗലായിട്ടുള്ള ഹെൽപ്പ് നിങ്ങളെടുക്കുന്നത് നിങ്ങൾക്ക് സഹായകരമാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ് ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ സൈക്കോളജിക്കലായിട്ട് നമ്മൾ പറയുന്ന അതിനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ലീഗലായിട്ടുള്ള വശങ്ങളും ഇവിടെ പ്രസക്തമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അത് ഒരു പ്രൂഫാണ്. നമ്മൾ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ നമുക്ക് ഡോക്യുമെൻറ്റേഷനെ സഹായിക്കുന്നത് വഴി ലീഗലായിട്ടുള്ള ഇഷ്യൂസിന് നമ്മളെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് തിരിച്ചറിയുന്ന റിസോഴ്സുകളുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഹെൽപ്പ് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അവിടുത്തെ വലിയൊരു ഫാക്ടറാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു സേഫ് ആയിട്ടുള്ള സ്പേസിലാണോ എന്നുള്ളത്. പലപ്പോഴും ഒരു ഹെൽപ്പ് എടുക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സം നിർത്തുന്നത് ഇത്തരം സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ലാതിരിക്കുക എന്നുള്ളതായിരിക്കാം. പലപ്പോഴും നിയമപരമായിട്ട് നമ്മൾ ഹെൽപ്പ് ലൈൻ വഴി ബന്ധപ്പെടുന്നത് വഴി ഒക്കെ നമുക്ക് അങ്ങനെ ഒരു സേഫ് സ്പേസിലേക്ക് എത്താനും അതുവഴി മുന്നോട്ട് പോകാനും സാധിച്ചേക്കും. അവിടെ നമ്മുടെ സ്വന്തം സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അവിടെ ഇത്തരം ഒരു മെലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപിലുള്ള ഒരു വഴി എന്നുള്ളത് ഈസി ആയിരിക്കില്ല എന്നുള്ളതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അതിന് ഡീൽ ചെയ്യാനായിട്ടുള്ള റിസോഴ്സസും അവൈലബിൾ ആണ് എന്നുള്ളത്. അവിടെ ഒരു ദൂരം പാലിക്കുന്നതും പതുക്കെ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്നു പോകാനായിട്ട് മാറിപ്പോവാനായിട്ടും ശ്രമിക്കുക എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയാണ്. നിങ്ങൾ മാറിപ്പോയി അവനവൻ്റേതായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. അവിടെ നമ്മളുടെ പതിയെ ഈ ഒരു വ്യക്തിയുടെ പവറിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സംഭവിച്ചേക്കാം, ആ ഒരു വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടേക്കാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വേറെ തന്നെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും നല്ല ഒരു പരിഹാര മാർഗം. അതിലേക്ക് ഈ ഒരു വ്യക്തി മാറുമെന്ന് കരുതി പിന്നെയും നമ്മൾ ആ ഒരു സൈക്കിളിലേക്ക് തന്നെ പോയിട്ട് അവിടെ കാര്യമില്ല. അവിടെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. എത്രത്തോളം ഈ ഒരു വ്യക്തി മാറും എന്നുള്ളത്. ഇത്രമാത്രം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇത്രമാത്രം ആ ഒരു പവറിനും ആ ഒരു പ്രോഫിറ്റിനും അത്രയും ഒരു പ്ലഷറിനും പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തി ഉടനടി എമ്പത്തറ്റിക് ആവും എന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബാലിശമായിട്ടുള്ള ചിന്താഗതികളാണ്. അതുകൊണ്ട് തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കീപ്പ് ചെയ്യുക, നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ നേടിയെടുക്കുക, സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള മെൻ്റൽ ഹെൽത്തിന് വേണ്ടുന്ന ഹെൽപ്പ് സീക്ക് ചെയ്യുക. തെറപ്പി വഴിയോ അതിൻ്റേതായിട്ടുള്ള രീതികൾ വഴിയോ നിങ്ങളവിടെ അവനവൻ്റെ ട്രോമയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും അവിടെ ട്രോമയിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാ തെറപ്പിസ്റ്റുകളും ഉറപ്പ് വരുത്തുന്നത് അവിടെ നിങ്ങളുടെ സേഫ്റ്റി എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ലിറ്ററലി സേഫ് ആയിട്ടുള്ളൊരു സ്പേസിൽ എത്തിയതിന് ശേഷം മാത്രമാണ് തെറപ്പിക്കൊക്കെ അവിടെ സ്ഥാനമുള്ളൂ. അവിടെ ആ ഒരു സേഫ്റ്റി എന്നുള്ളതിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ലീഗലായിട്ടുള്ള റിസോഴ്സസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. എല്ലാവർക്കും മെലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസത്തിനെ പറ്റി ഏകദേശം ഒരു ഐഡിയയും ക്ലാരിറ്റിയും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.